Hi friends, welcome to my channel Abhitech. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുപ്പ് മൂവി ഇൻട്രോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാൻ ശേഷം ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം 16:9 റേഷ്യോ സെലക്ട് ചെയ്യാൻ ശേഷം പ്രൊജക്ട് നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ കുറുപ്പ് ഇൻട്രോ എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണെങ്കിലും അവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ. പ്രൊജക്ട് നെയിം നിങ്ങൾക്ക് എന്താണെങ്കിലും അടിച്ചു കൊടുക്കാം. ഞാൻ നമ്മളെ കണ്ടൻറ്റ് ഇതായതുകൊണ്ടാണ് കുറുപ്പ് ഇൻട്രോ എന്ന് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കൈൻമാസ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മളിങ്ങനൊരു ഇൻ്റർഫേസിൽ വരും. അതിൽ നമ്മൾ ഇമേജ് അസറ്റ്സിൽ പോവുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഇച്ചിരി കൂട്ടി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് നടുക്ക് തന്നെ വയ്ക്കുക. അതിനുശേഷം ഞാൻ ഇച്ചിരി ഡ്യൂറേഷൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിനെ നടുക്ക് തന്നെ അങ്ങനെ ആ ലൈൻ പിടിച്ച് വയ്ക്കാൻ ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ആ കത്രികയുടെ ഓപ്ഷനിൽ പോയിട്ട് സ്പ്ലിറ്റ് ആസ് പ്ലേ ഹെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ അത് സ്പ്ലിറ്റായി മാറും. എന്നിട്ട് ആ പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് വിന്നേഴ്സ് സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ എഫക്റ്റ് ഉണ്ട്. അതിൽ ഒന്നാമത് കിടക്കുന്ന അതിൽ എടുക്കുക. നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഇത് കൈൻമാസ്റ്റർ അസറ്റ് സ്റ്റോറിൽ പോയാൽ മതി. അപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ലെയറിൽ മീഡിയയിൽ പോവുക. പിക്സൽ ലാബിൽ ഞാൻ ചെയ്തതാണിത്. ഇത് ആദ്യമേ ഒരു അല്ലാത്ത ഇമേജ് ആയിരുന്നു. പിന്നെ ഞാൻ അത് PNG ഫോമാക്കി മാറ്റിയതാണ്. പിക്സൽ ലാബിൽ തന്നെ ചെയ്തതാണ് ഫ്രണ്ട്സ്. അത് നമുക്ക് എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. PNG ഫോമായി കിട്ടും. അത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ ലെങ്തി ആവാൻ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് കാണിക്കാത്തത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഇത്. അതിനുശേഷം നിങ്ങൾ ലെയർ മീഡിയയിൽ നിൽക്കുക. അതിനുശേഷം മീഡിയയിലോട്ട് പോവുക. ഇമേജ് അസറ്റ്സിൽ ഒന്നും കൂടെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ സൈസ്, അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ കറക്റ്റാക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ക്രോപ്പിങ്ങിൽ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഫെദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കുറച്ച് കൂട്ടി കൊടുക്കുക. അതിൻ്റെ ഓപ്ഷൻ നല്ല നമുക്ക് എത്ര വേണോ അത്ര കൊടുക്കുക. ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫുൾ സൈസ് ഇടുക. എന്നിട്ട് ഒന്നും കൂടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോളിഡ് കളർ ആ ബ്ലാക്കിൽ ആ കണ്ടില്ല ഒരു ആനിമേഷൻ കീ അതിൽ നിങ്ങളൊന്ന് പോവുക. സോറി, ഇത് നെക്കിയത് മാറിപ്പോയതാണ്. എന്നിട്ട് അതിൻ്റെ പകുതി വരെ കൊണ്ടുവച്ചിട്ടൊരു പ്ലസ് ഐക്കണില്ലേ, അതിനുശേഷം അതിൽ ഞെക്കിയിട്ട് ആ ബ്ലാക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നീക്കി ഇങ്ങനെ കൊണ്ടുപോവുക. ഇത്ര ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശേഷം നമ്മൾ വീഡിയോ ഇട്ട് നോക്കി കാണിക്കാനുണ്ട്. ഇപ്പോൾ നമ്മളെ കുറുപ്പ് മൂവിയുടെ ഇൻട്രോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഏകദേശം അതുപോലെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര ഡ്യൂറേഷൻ അതിൽ വരുന്നുള്ളൂ. 5 സെക്കൻഡാണ് അതിൻ്റെ ഡ്യൂറേഷൻ, ആ ട്രാൻസിഷൻ എഫക്റ്റിൻ്റെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ്, എൻ്റെ അനിയൻ്റെ അനിയത്തിമാരെയും ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ചാനലൊന്ന് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ.